ഹായ് ഫ്രണ്ട്സ്, രാവിലെ എണീറ്റതേ ഉള്ളൂ. രാവിലെ അല്ല, താമസിച്ചു. അപ്പോൾ ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അടുക്കളയിൽ കിച്ചണിൽ ജോലിയുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്നാലും ഞാൻ പ്രത്യേകിച്ച് വ്ളോഗൊന്നും എടുത്തില്ല. പഠിക്കണോ, PSC പഠിക്കണോ, മറ്റേ എൻ്റെ സ്വപ്നങ്ങളുടെ പിറകെ പോകണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കട്ടെ, വ്ളോഗ് പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം. എന്തായാലും ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി, പഠിക്കണത് നല്ലതാണ്, പഠിക്കേണ്ടിയും വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ലക്കോ ഭയങ്കര ഫിനാൻഷ്യൽ സപ്പോർട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ പഠിച്ച് ജോലി വാങ്ങിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു വ്ളോഗ് പോലെ. പക്ഷെ അത് അങ്ങ് ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞാൻ താഴെ പോയി ഫ്രഷായി പല്ലൊക്കെ തേച്ച് ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുക. എടാ പിള്ളേരെ, ഇന്നിപ്പം ഡേറ്റ് എന്ന് പറയണത് മെയ് 19 ചൊവ്വാഴ്ച. ഇന്ന് എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കസിൻസിൻ്റെ ചേച്ചിമാരെ പിള്ളേരുണ്ട്, കസിൻ ചേച്ചിമാരെ പിള്ളേരെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ഒളിച്ച് കളിയും അങ്ങനത്തെ കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുൾ ടൈം പോയി. പിന്നെ അവർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ പോയി. ഞാനും കുടിച്ചു. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ഇപ്പോൾ കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളവിടെ ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയി. 1 മാസം പോലും ആയില്ല. സാധാരണ കുറേ നാൾ ഇരിക്കണതാണ്. കുറേ നാളല്ല, 1 മാസമെങ്കിലും ഇരിക്കും. ഇന്നിപ്പോൾ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയതുകൊണ്ട് രാത്രി കഴിക്കാനൊന്നുമില്ല. അപ്പോൾ പുറത്തുനിന്ന് ബെറോട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ബ്രദർ പോയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കണം ശരിയാണോ എന്നറിയില്ല, എന്നാലും ഞാൻ അത് കാണിച്ചു തരാം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് അമ്പലത്തിൽ പോവും. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോകണില്ല. 2 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച പോവും. അതായത് 22-ാം തീയതിയൊക്കെ ആകുമ്പോൾ പോവും. ഇപ്പോൾ പറ്റില്ല, അപ്പോൾ പോവും. അപ്പോൾ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും. PSCയിലേക്ക് പോകണോ, എനിക്കിഷ്ടമുള്ള കോഴ്സ് എടുക്കണോ. എനിക്കിഷ്ടമുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിലായിട്ട് ഡയറ്റീഷ്യൻ കോഴ്സ്, ന്യൂട്രീഷനിസ്റ്റ് ഞാൻ പഠിക്കുന്നുണ്ട്. പിന്നെ ടാരോ റീഡിംഗ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. പിന്നെ ഇനി സ്റ്റിച്ചിങ് പഠിക്കണം. പിന്നെ എൻ്റേതായ രീതിയിൽ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം. പിന്നെ യോഗ ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ എൻ്റെ ഈ പരിപാടികൾ വേണോ, മാനമര്യാദയ്ക്ക് പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിച്ച് അടങ്ങി ഒതുങ്ങി ശമ്പളവും വാങ്ങിച്ച് ഇരിക്കണോ, അതായത് എൻ്റെ സ്വപ്നങ്ങൾക്ക് ഞാൻ ചിറക് കൊടുക്കണോ, അതോ എല്ലാവരും ഓടുന്ന പോലെ ഒരു റാറ്റ് റേസ് എന്നൊക്കെ പറയും പോലെ ഒരു റേസിലൂടെ പോയി ഗവൺമെൻറ് ജോലി വാങ്ങിച്ച് ശമ്പളം വാങ്ങിച്ച് അപ്പോഴും വേണമെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ കുഞ്ഞു കുഞ്ഞായിട്ട് തുടരാം. പക്ഷേ എനിക്കിഷ്ടം എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഏത് വേണമെന്ന് 2 ദിവസം കഴിഞ്ഞ് തീരുമാനിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. PSC ആണ്. PSC എന്തായാലും പഠിക്കും. അതിൻ്റെ കൂടെ ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെയാണ് കൊണ്ടുപോകണേന്ന്. പക്ഷേ എനിക്ക് അതിനോട് സത്യം പറഞ്ഞ താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഒരു തീരുമാനം എടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സ്പിരിച്വലാണ്. ഭയങ്കര സ്പിരിച്വലൊന്നും ആ സ്പിരിച്വാലിറ്റിയെ പറ്റിയൊന്നും പറയാനോ ആധികാരികമായ അറിവോ കാര്യങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ഒരു ബേസിക്കലി ബിഗിനർ എന്നുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ ഞാൻ പോയി ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന് ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കും. അതെങ്ങനെയെന്നൊക്കെ ഞാൻ എൻ്റെ ലൈഫ് കുറച്ചെങ്കിലും സക്സസ്ഫുള്ളായി എന്ന് എനിക്ക് തോന്നുന്ന ഒരു സമയം വന്നാൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡായിട്ടൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോവുക, പ്രാർത്ഥിക്കുക, ഞാൻ വന്നിട്ട് ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഘോരം പ്രസംഗിച്ചതാണ്, ഞാൻ പഠിക്കും, ഞാൻ PSC വാങ്ങിക്കും, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ പോലും 2 രൂപ കുറവുണ്ടെങ്കിൽ ആരും തരില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാൻ എങ്ങനെയെങ്കിലും ജോലി വാങ്ങിക്കുമെന്നൊക്കെ. അതുകൊണ്ട് എനിക്കിത് നിങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ വീഡിയോ ഞാൻ ഇനി പ്രൈവറ്റ് ആക്കിയാൽ പോലും 150 പേരൊക്കെ കണ്ടിട്ടുള്ളൂ മാക്സിമം. എന്നാൽ പോലും ഞാൻ അത്രയും പേരോടെങ്കിലും ഞാൻ പറഞ്ഞ് അങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതും പറയാൻ ബാധ്യസ്ഥയാണ്. ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഞാൻ എടുക്കേ ഉള്ളൂ. അങ്ങനെ തീരുമാനം എടുത്തു കഴിയുമ്പോൾ 2-3 ദിവസത്തിനകത്ത് തീരുമാനം എടുക്കും. എന്നിട്ട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് അതിൽ ഉറച്ച് നിൽക്കാനാണ് തൽക്കാലം എൻ്റെ പ്ലാൻ. എനിക്ക് കുറേ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പല ഇതിലായിട്ട് പോകണം. പിന്നെ എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാം കയറി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യണം ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. അപ്പോൾ എന്തായാലും
ഞാൻ തീരുമാനം എടുത്തിട്ട് ഞാനത് ഷെയർ ചെയ്യാം. എന്നിട്ട് ഞാൻ അതിൽ തന്നെ കുറച്ച് നാളെങ്കിലും ഉറച്ച് നിന്ന് മുന്നോട്ട് പോകാനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ന്യൂട്രീഷനിസ്റ്റ് ആയാൽ പൈസ കിട്ടൂലേ, അല്ലെങ്കിൽ തയ്യൽ ചെയ്താൽ പൈസ കിട്ടൂലെന്ന്. കിട്ടും, പക്ഷേ അതിനുള്ള എന്നെപ്പോലെ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള വളരെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ കുറവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബിസിനസ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു പാടാണ്. ഇതിനെല്ലാം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ യൂട്യൂബ് സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ പോലും ന്യൂട്രീഷനിസ്റ്റ് കോഴ്സൊക്കെ എനിക്ക് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ യൂട്യൂബിലെ വരുമാനം മതി എന്ന് വിചാരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം വെച്ച് ഒരു ഓവർനൈറ്റ് സക്സസ് എങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് PSC ആയാലും മതി എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്കിഷ്ടം അതല്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടിലേത് വേണമെന്നിങ്ങനെ ഒരു കൺഫ്യൂഷനിൽ പോണേ. എനിക്ക് ഏതായാലും ഒരെണ്ണം ചൂസ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് പോയി ക്ഷേത്രത്തിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് കൂൾ മൈൻഡായിട്ട് ഇരുന്ന് സമാധാനത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് അത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇന്നിപ്പോൾ ബെറോട്ടയും ബീഫും ഒക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ഡ്രാമയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ടാരോ റീഡിംഗ് ഉണ്ട്. ടാരോ റീഡിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഈ ആസ്ട്രോളജി പോലെയാണ്, ജ്യോതിഷം പോലെ ഫ്യൂച്ചർ പ്രഡിക്ഷനൊക്കെയാണ്. മെയിനായിട്ട് ഗൈഡൻസും ഉണ്ട്, പിന്നെ പ്രഡിക്ഷനും ഉണ്ട്. അതാണ് ഞാനും പഠിക്കാൻ ഉദ്ദേശിച്ചത്. പഠിച്ച ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കോഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് റീഡിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ചാനലിൽ ചെയ്യില്ല, ഞാൻ വേറെ ഏതെങ്കിലും ചാനലിൽ ചെയ്യുള്ളൂ. എനിക്കറിയില്ല, ഞാൻ തീരുമാനിച്ചില്ല. അപ്പോൾ അതെന്തായാലും അങ്ങനെയുള്ള പ്രഡിക്ഷൻസൊക്കെ കണ്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ മറ്റന്നാളും ഗ്യാസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടുക്കള ജോലിയൊക്കെ കാണും. ഇല്ലെങ്കിൽ നാളെ മറ്റന്നാളും കൂടെ സുഖമായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് വെള്ളിയാഴ്ച പോയി ഒരു തീരുമാനം എടുത്തതിന് ശേഷം ചിലപ്പോൾ ഞാൻ അതിന് ശേഷമായിരിക്കും വ്ളോഗ് ചെയ്യണം, എനിക്കറിയില്ല. അതിന് ശേഷം ഞാൻ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുത്തിട്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്നിട്ട് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ വ്ളോഗിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. PSC പഠിത്തമാണ് സ്ട്രിക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അധികം വ്ളോഗിങ് ഒന്നും ചെയ്യില്ല. ചെയ്താൽ തന്നെ PSC പഠിത്തമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യുക. കാരണം ടൈം കിട്ടൂലല്ലോ നമുക്കങ്ങനെ. ഒരുപാട് ഇന്നോവേഷനൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് കുക്കിംഗ് ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല. പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് ഇതിനെ നല്ല ആക്റ്റീവാക്കി ഈ ചാനലിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതൊരു വ്ളോഗിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് വ്ളോഗൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒന്നും കഴിച്ചില്ല. അവർ വന്നപ്പോൾ ഞാൻ ഉറക്കണീറ്റ് താഴെ പോയപ്പോൾ തന്നെ അവർ വന്നു. പിന്നെ അവരുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കളിച്ചും ചിരിച്ചും ഒക്കെ സമയം പോയി. കുറച്ച് ഐസ്ക്രീം മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കൂടെ വൈകുന്നേരം എടുത്തിട്ട് കഴിച്ചു. പിന്നെ ചായ കുടിച്ചു. ഇനി ബെറോട്ട അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അത് വേണമെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുവാണ്, ഒന്നും തുടങ്ങിയിട്ടില്ല. അത് ചെയ്യണം. ഹെൽത്ത് നോക്കണം. ഹെൽത്തും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പണം ഉണ്ടെങ്കിലും നമുക്ക് ഹെൽത്ത് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതായത് ഇപ്പോൾ ഹെൽത്തിലെല്ലാം മരുന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും, പക്ഷേ പല ഹെൽത്ത് ആരോഗ്യത്തിലെ പല കാര്യങ്ങളും നമുക്കത് വാങ്ങിക്കാൻ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം കുടിക്കേണ്ടത് വെള്ളം കുടിച്ച് തന്നെ ഇരിക്കണം. വെള്ളം കുടിക്കാതെ കല്ലോ അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കീറേണ്ടി വരാം, മരുന്ന് കഴിക്കേണ്ടി വരാം, അങ്ങനെ വേദന എടുക്കേണ്ടി വരാം, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ ഹെൽത്ത് കാര്യങ്ങളും പ്രോപ്പറായിട്ട് നോക്കി പോണതായിരിക്കും നല്ലത്. അപ്പോൾ ശരി, ഞാൻ ഇനി എന്തെങ്കിലും റീഡിംഗ് ഒക്കെ കാണുകയോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കും. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിസിഷൻ പറയാം. നിങ്ങളോട് ഞാൻ ഇത്രയും ഷെയർ ചെയ്തതുകൊണ്ട് ഇതും കൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ട്. 11:30 ഇനിയിപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് പറ്റുമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം. ഗ്യാസ് ഇല്ലായിരുന്നു ഇന്നലെ, ഇന്ന് കിട്ടിയാന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. കുറച്ച് അഡാൻസിക്ക് ബിസ്ക്കറ്റും ചായയും കൂടി കഴിക്കാൻ വിചാരിച്ചു. ഞാൻ ഒരു അല്പം കാൽ പുട്ടും മുട്ട കറിയും കൂടെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് കിട്ടിയില്ല, ഇൻഡക്ഷനിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും കിട്ടുമായിരിക്കും ഉടനെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കഴിച്ചിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ടാരോ റീഡിംഗ് ആണ്, റൂം ക്ലീനിങ് ഉണ്ട്, റൂം ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ റൂം ഒന്ന് തൂത്ത് തുടച്ച് പൊടിയെല്ലാം കളഞ്ഞ് വേസ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ കവറും ഒക്കെ കളഞ്ഞിട്ട് ഒന്ന് തൂത്ത് തുടച്ചിടണം. അപ്പോൾ ഇന്ന് മിക്കവാറും അത് ചെയ്യും. പിന്നെ ടാരോ റീഡിംഗ് ഒക്കെ കേട്ടോണ്ടിരിക്കും. അതൊക്കെ ആയിരിക്കും ഇന്നത്തെ പരിപാടി.
ഞാൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ ഇങ്ങനെ ചുമ്മാ റാൻഡം വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഫുൾ ടൈം ഉറക്കമായിരുന്നു. നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ പിന്നെ റൂം ഒന്ന് ക്ലീൻ ചെയ്തു, തുണി കുറച്ച് നനച്ചിട്ടു, വാഷിംഗ് മെഷീനിൽ തന്നെ എന്നാലും നനച്ചിട്ടു. ഇനി അതിനെ എടുത്തുകൊണ്ട് വിരിക്കണം. റൂം ഒന്ന് തൂത്തിട്ടു, ഇനി തുടച്ചിടണം. ഗ്യാസ് കിട്ടി. എന്നാലും പൊറോട്ടയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് ഇരിക്കണേ. പിന്നെ പറഞ്ഞില്ലേ ഞാൻ നാളെയല്ല മറ്റന്നാൾ പോയിട്ട് വന്നിട്ട് എന്താണ് പരിപാടി. മിക്കവാറും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യത, എന്നാലും അറിഞ്ഞുകൂടാ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ന്യൂട്രീഷനിസ്റ്റ് കോഴ്സ്, അതൊക്കെ യൂട്യൂബ് അങ്ങനെയൊക്കെ. ഇഷ്ടമില്ലാത്തത് PSC ഓടിച്ച് ജോലി വാങ്ങിക്കണം. പക്ഷേ വരുമാനം വേണമല്ലോ, അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, അതുകൊണ്ടാണ് വ്ളോഗായിട്ടൊന്നും ഷൂട്ട് ചെയ്യാത്ത. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ആയിട്ടിടാം. എന്നിട്ട് ഞാൻ തീരുമാനം എടുക്കൂലേ ആ വീഡിയോ, അതൊരു വീഡിയോ ആയിട്ടിടാം. അതായത് മറ്റന്നാൾ ഒരു വ്ളോഗ് ചെയ്യാം, രാവിലെ തൊട്ടുള്ളൊരു വ്ളോഗ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടെറസാണിത്, വീടിൻ്റെ മുകളിലെ ടെറസ്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്, കിടക്കാറില്ല. ഇന്നെന്തോ കിടക്കാൻ തോന്നി, പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഇത് അടച്ച് വെച്ചേക്കണേണ്, പിന്നെ ഇനി കൊണ്ട് വിരിക്കണം. ഇത് ബീഫ് പെരട്ടാണ്. ഞാൻ പണ്ട് കഴിക്കൂലായിരുന്നു ബീഫൊന്നും, ഇപ്പോൾ കഴിക്കാറുണ്ട് കുറച്ചൊക്കെ. ഇത് ബീഫ് കറി. ഇത് പൊറോട്ട ആവി കയറ്റണതാണ്, നല്ല ടേസ്റ്റാണ് ആവി കയറ്റിയെടുത്ത്. അതുകൊണ്ട് ആവി കയറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ട, ഇത് പെരട്ട്, ഇതൊരു മുട്ട പുഴുങ്ങിയത് ഉണ്ടായിരുന്നോണ്ട് ഞാൻ എടുത്തതാണ്. ഇത് ടാങ്ക്. രാത്രി ഇപ്പോൾ 7 മണി ആയതേ ഉള്ളൂ, മഴ തോരും മുമ്പേ സീരിയൽ തുടങ്ങാൻ പോകണം. അപ്പോൾ ഞാൻ കണ്ടിട്ട് ഇത് കഴിച്ചിട്ട് രാത്രി കറിയായിട്ട് കഴിക്കാം. ഞാൻ എന്താ കഴിച്ചിട്ടൊക്കെ വന്നു. 2 പൊറോട്ടയാണ് കഴിച്ചത്. രാത്രിയാകുമ്പോൾ എനിക്ക് വീണ്ടും വിശക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി പോയി ഒരു ചായയൊക്കെ ഇട്ട്, എന്നും കഴിക്കില്ല, ഇന്ന് നല്ല ഫുഡല്ലേ, അപ്പോൾ എടുത്ത് വെച്ച് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ടാരോ റീഡിങ് കാണും, എന്തെങ്കിലും വേറെ ഫോണിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ട്, ഡ്രാമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട്, ടാരോ റീഡിംഗ് ഒക്കെ കണ്ട് രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. നാളെയും ഏകദേശം ഇതേ പരിപാടിയായിരിക്കും. അതുകൊണ്ട് നാളെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കണില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ഇനി എനിക്കിഷ്ടമുള്ള ഒരു കരിയർ എടുക്കണോ, PSC പഠിച്ച് ജോലി വാങ്ങിക്കണോ എന്നൊരു തീരുമാനം ഞാൻ എടുക്കുമ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ഇനി വീഡിയോ മറ്റന്നാളെ എടുക്കുള്ളൂ, വെള്ളിയാഴ്ച. ക്ഷേത്രമൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല, ചെറുതായിട്ട് എന്തെങ്കിലും പറ്റുമെങ്കിൽ എടുക്കാം. എന്തായാലും മെയിനായിട്ട് ഇതാണ് പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ കൂടുതലും ഇതിനകത്ത് പ്രഭാഷണമായിരുന്നു. എൻ്റെ ഏത് പഠിക്കണം, ഏത് പഠിക്കണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, ഏത് ജോലി എടുക്കണം എടുക്കണ്ട, അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വേറെ വ്ളോഗായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഈ വീഡിയോയിലില്ലയെന്ന് എനിക്കറിയാം. എന്നാലും പോട്ടെ. ഇനി അങ്ങോട്ട് അധികം PSC ആണ് പഠിക്കണമെങ്കിൽ അധികം വ്ളോഗൊന്നും വരില്ല, ചെറുതായിട്ടൊക്കെ ഇടാൻ ശ്രമിക്കാം. ഇനി യഥാർത്ഥ വ്ളോഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കരിയറായിട്ട് എടുക്കണമെങ്കിൽ ഡെയിലി വ്ളോഗ് വന്ന് ശല്യപ്പെടുത്തും ഞാൻ.
അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇതിനെ ഇപ്പോൾ തന്നെ എഡിറ്റൊന്നും ചെയ്യില്ല വലുതായിട്ട്, ജസ്റ്റ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് ഒരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യും.